ആയുർവേദ രംഗത്ത് കേരളത്തിന്റെ മുഖമുദ്രയായ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപക ദിനാഘോഷത്തിന് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തുടക്കമായി. സ്ഥാപക ദിനാഘോഷവും ധർമാശുപത്രി ശതാബ്ദി ആഘോഷ സമാപനവും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം ചികിത്സാ സംവിധാനം മാത്രമല്ല, ആരോഗ്യ പ്രതിരോധ രീതിയും പ്രകൃതിദത്തവുമാണ്. പാരമ്പര്യത്തിന്റെ ഭാഗമായ ആയുർവേദം സംരക്ഷിക്കപ്പെടണം. ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ചു മുന്നേറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഗവർണർ പറഞ്ഞു. So I take advantage in his absence, I speak now. But whatever he has explained to us about Ayurveda, its impact, its research, and impact not only in our country, but throughout the globe, throughout the world, how it has created a tremendous influence on the societies of globe, societies of world, people of world. And that is what he was highlighting to us. Ayurveda is nothing new to us, to be very frank. Ayurveda is it is a systematic therapy which has given us what to do when something goes wrong in our body. നല്ല ജീവിതശൈലി പിന്തുടർന്നാൽ ഒരു ചികിത്സയും വേണ്ടിവരില്ല. കേരളത്തിൽ ഇപ്പോഴും 100 വയസ്സിന് മുകളിലുള്ള 1500-ലേറെ വോട്ടർമാരുള്ളത് അവർ കൃത്യമായ ജീവിതശൈലി പിന്തുടർന്നതുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MP അബ്ദുൾ സമദ് സമദാനി അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, നഗരസഭാ ചെയർമാൻ KK നാസർ, ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി PM വാര്യർ, ആര്യവൈദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരികുമാർ എന്നിവരും പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, കോട്ടക്കൽ. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. വേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri, phone 9526 001 003.